ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. കുറേ അതിനെ ലോങ് വീഡിയോ ഇട്ടിട്ട് ഒരാഴ്ചൻ്റെ മുകളിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഉള്ളത് തിരൂരാണ് കേട്ടോ. തിരൂര് ഞാൻ ഇവിടെ കനറ ബാങ്കിലോട്ട് വന്ന് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ വിശേഷങ്ങളൊക്കെ നിങ്ങളോടും പങ്കുവെക്കാൻ വിചാരിച്ചു എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ അക്കൗണ്ടൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് തന്നെ ഇപ്പോൾ യൂട്യൂബൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ ഏകദേശം എൻ്റെ മോണിയൊക്കെ എന്താ പറയുക വാച്ചർ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ അതൊക്കെ റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം. പിന്നെ ആധാറും പാൻ കാർഡും ഇതുവരെ ഞാൻ ലിങ്ക് ചെയ്തിട്ടില്ല, ഒരുപാടായി എനിക്ക് അത് കഴിഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. പിന്നെ പനിയൊക്കെ പിടിച്ച കാരണം തന്നെ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ അങ്ങോട്ട് എന്താ പറയുക അതിലേക്ക് കുറേ ആയി ഇറങ്ങണം എന്ന് വിചാരിക്കണം. പക്ഷേ സുഖമില്ലാതായപ്പോൾ ഒക്കെ ഒന്ന് പെൻഡിങ് ആയിപ്പോയി. അപ്പോൾ ഇനി എനിക്ക് അതുപോലെ തന്നെ ഫോട്ടോ ഒന്ന് എടുക്കാം. ഹാഫ് സൈസ് ഫോട്ടോ വേണം, 4 ഫോട്ടോ വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ന്. അപ്പോൾ ഒക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്താം. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ് ചെയ്യാനും കൂടാനൊന്നും മറക്കരുത്. അപ്പോൾ എല്ലാ വിശേഷങ്ങളും എന്താ പറയുക എല്ലാം നിങ്ങളോട് ഓരോ കാര്യങ്ങൾ ഞാൻ തുടർന്ന് കാണിക്കാം. ഓക്കെ. അപ്പോൾ മുനീഫ് ഖാൻ്റെ കയ്യിൽ ഞാൻ 4 ഫോട്ടോ നമുക്ക് ബാങ്കിൽ ആവശ്യം വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ മുൻപ് ഇവിടുന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കോപ്പി എടുക്കാൻ വേണ്ടി ഞാൻ കൊടുത്തു വിട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ കനറ ബാങ്കിലെത്തിയാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ പിന്നെ ബാങ്കിലൊക്കെ പോയി അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഞങ്ങളെ കാര്യങ്ങൾ വിചാരിച്ചിരുന്നു. അവിടെ പോയപ്പോൾ പിന്നെ ഒരുപാട് സമയമാവും, എന്നാൽ വൈകിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഞങ്ങളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പുതിയ പാസ്ബുക്കൊക്കെ കിട്ടി, അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഇതാ അപ്പോൾ അതൊക്കെ കിട്ടി. ഞങ്ങളിതാ പോകുന്നു. കുറേ ആയിരുന്നു എൻ്റെ പാസ്ബുക്ക് പുതുക്കാനും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് ഇപ്പം അതിൻ്റെ സമയമായത് ഞങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തു. പുതിയ പാസ്ബുക്ക് കിട്ടി. ഞങ്ങളിതാ പോവാണ്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം, കുറച്ച് സമയമായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി 1-2 കാര്യങ്ങളും കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല ഇതിൽ ആധാറും പിന്നെ എന്താ പറയുക പാൻ കാർഡും ലിങ്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടി ലിങ്ക് ചെയ്ത് ഒക്കെ ക്ലിയർ ആയിട്ട് വേണം ഇനി വീട്ടിലേക്ക് പോവാൻ. അങ്ങനെ 1-2 കാര്യങ്ങളും കൂടെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇനി അതൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ് കേട്ടോ. പിന്നെ ഈ ഷോപ്പിൽ ഞങ്ങൾ ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഷോപ്പിൽ പോയിട്ട് ഫുഡ് കഴിച്ചത് ഞങ്ങൾ ആദ്യത്തെ വീഡിയോ നിങ്ങൾ പോയി നോക്കിയാൽ അറിയോ. ഞങ്ങൾ ആദ്യത്തെ വീഡിയോ അതേപോലെ ഒരു ദിവസം ഉച്ച സമയത്ത് ഞങ്ങളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങിയ സമയത്തായിരുന്നു ഞങ്ങൾ ആദ്യത്തെ ഒരു വീഡിയോ ഞങ്ങൾ എടുത്തതും. അതും ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അതേപോലൊരു ബിരിയാണി കഴിക്കാൻ പോകുന്നൊരു വീഡിയോ. അപ്പം ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് പോയി നോക്കാന്നുള്ളതിൽ പോവാണ് കേട്ടോ. അവിടുത്തെ ബിരിയാണി നല്ല ടേസ്റ്റാണ്, കുറച്ച് റേറ്റ് കൂടുതലാണ്, എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. കാണിച്ചു തരാം ഷോപ്പ്. പിന്നെ തിരൂർ നല്ല നല്ല ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ, ഫുഡ് കഴിക്കാൻ പറ്റിയ ഷോപ്പ്. ഞങ്ങൾ പോകുന്നൊരു ഷോപ്പ്, ഞങ്ങൾ സ്ഥിരം പോകുന്നൊരു ഷോപ്പുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുന്നൊരു സ്പോട്ട് പറഞ്ഞാൽ ഇവിടെ തിരൂര് താഴെപ്പാലം തന്നെയല്ല, നടുവിലങ്ങാടി ബിസ്മില്ലാന്നറിയും. നല്ല ഫുഡ് കേട്ടോ, നമുക്ക് നല്ല ഇഷ്ടമാണ് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കുന്നത്. ഇതിപ്പോൾ നടുവിലങ്ങാടി കേട്ടോ. ഞങ്ങളുള്ളത് ഇപ്പം നടുവിലങ്ങാടിയാണ്. ഇതാ ഷോപ്പ് എത്തിട്ടോ. ഇതാണ് ഷോപ്പ്, കാണുന്നുണ്ടോന്നറിയില്ല. ഇതാണ് ഷോപ്പ് കേട്ടോ. ഞങ്ങളെ ഫസ്റ്റ് വീഡിയോ നോക്കി അങ്ങ് കാണാൻ പറ്റും. അപ്പം ഞാൻ ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പം നമ്മളിതാ ഫുഡിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇലയിലാണ് കേട്ടോ അവർ ചോറ്, അതായത് ബിരിയാണി വിളമ്പുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കാണുമ്പോൾ തന്നെ നല്ല വൃത്തിയും തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു എന്താ പറയുക നല്ല മനസ്സിലൊരു തൃപ്തിയോട് കൂടിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും അവിടെ പോയി കഴിഞ്ഞാൽ. നമ്മൾ പഴയ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കുത്തുചോറ് കിട്ടുമല്ലോ, അതേ ഫീലിലായിട്ട് അവിടുത്തെ ഫുഡൊക്കെ അവർ വിളമ്പുന്നത് തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. മുനീഫ് ഖാക്ക് ഒരു കാലം കിട്ടിയപ്പോൾ കിടയിൽ അതൊക്കെ എടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റ് ആട്ടോ, പക്ഷെ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്. നമ്മുടെ പൊതുവേ ബിരിയാണിക്ക് ഇത്ര റേറ്റ് ഉണ്ടോ എനിക്കറിയില്ല, നല്ല റേറ്റ് ഉണ്ട്, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. നമുക്ക് വീണ്ടും എന്താ പറയുക കച്ചമ്പറ അച്ചാറ് എല്ലാം നമുക്ക് അവർ പിന്നെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിത് അക്ഷയയിൽ ഏഴൂർ കേട്ടോ, ഏഴൂർ അക്ഷയയിൽ ഇതാ വന്നതാണ്. ഇവിടെ വന്നിട്ട് ഇനി നമുക്ക് കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്, ഇതും കൂടെ കഴിഞ്ഞിട്ട് വേണം ഇനി വീട്ടിലേക്ക് പോവാൻ അല്ലേ. ഇനി വേറെ പരിപാടി ഉണ്ടോ? ഊട്ടി മൈസൂർ വഴി അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്യാട്ടോ കേട്ടോ. നല്ല ചൂടൊക്കെ അല്ലേ, അപ്പോൾ ഒരു ബത്തൊക്കെ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങളില്ലേ ആധാർ കാർഡ് പുതുക്കാൻ വേണ്ടിയിട്ട്, പുതുക്കാനല്ല, പാൻ കാർഡും ആധാർ കാർഡും കൂടെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അക്ഷയയിൽ കയറി. ഓൾറെഡി പ്ലിങ് ആയി ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. ഓൾറെഡി അത് എന്താണ് ലിങ്കാണ്, ഞാൻ പോലും അറിയില്ല, ഞാൻ ആക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. ആധാർ കാർഡും പാൻ കാർഡും ലിങ്ക് ചെയ്തിട്ടില്ല, പക്ഷെ ഓൾറെഡി ലിങ്കാണെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു ബത്തക്കൊക്കെ വാങ്ങിച്ചു. നല്ല ചൂടല്ലേ, അപ്പോൾ ബത്തക്കള്ളടിച്ചിട്ട് നല്ല തണുപ്പോട് കൂടിയിട്ട് കുടിക്കുക, നല്ല ടേസ്റ്റാവും. അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ ബിരിയാണിക്ക് തിന്നിട്ട് അത് പറയാൻ വിട്ടുപോയി. അടിപൊളി ബിരിയാണി, പക്ഷെ വില കേട്ടാ നെട്ടും. ഞങ്ങൾ വില കേട്ട് നെട്ടിപ്പോന്നു. 2 ബിരിയാണിക്ക് എത്ര? 380 രൂപ. അപ്പോൾ ഒരു ബിരിയാണിൻ്റെ വില എത്ര നമുക്ക്? എവിടുന്ന് ഞങ്ങൾ ഇതുവരെ അങ്ങനത്തെ വിലയുള്ള ബിരിയാണി കഴിച്ചിട്ടില്ല, അത്രയും വില. അപ്പം അതൊക്കെ കഴിച്ച് വില കേട്ടപ്പോൾ അത് ദഹിച്ച് പിന്നെ ബത്തക്കയും വാങ്ങിച്ചു. ഇതാ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ ഏകദേശം എല്ലാ കാര്യങ്ങളും പിന്നെ ക്ലിയർ ആയിട്ടുണ്ട്, അൽഹംദുലില്ലാ. ഞങ്ങൾ കുറേ സമയമായിരുന്നു അതങ്ങനെ ആക്കണം ഇതിങ്ങനെ ആക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ അതൊക്കെ ക്ലിയറായി, ആ ഒരു സമാധാനം കൂടെ. അപ്പോൾ ഏകദേശം വീട്ടിലെത്താനായി. അപ്പം നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. കുഞ്ഞു വിശേഷങ്ങളാണ്, എന്നാലും നിങ്ങളെ അറിയിക്കുക, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കുക എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ അറിയിച്ചെന്നുള്ളൂ. എന്ത് കളിയാക്കണ്, ഒപ്പം ഇരുന്ന് കളിയാക്കണ്. അപ്പോൾ അതൊക്കെ നിങ്ങളെ അറിയിക്കുക, സന്തോഷം കൂടെ നിങ്ങളോട് പങ്കുവെക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തത്. ഒരു ഷോർട്ടാണ് കൂടുതൽ പുറത്തേക്ക് എത്തിക്കണല്ലേ. നിങ്ങളെ അഭിപ്രായം പറയട്ടാ, ഈ കളിയാക്കണേന് എന്താ വേണ്ടതെന്നുള്ളത്. അപ്പുറത്ത് പോകും, വണ്ടി തന്നെ പോയി അപ്പോ എല്ലാം ക്ലിയർ ആയിട്ട് സന്തോഷമായിട്ട് ഇതാ വീട്ടിൽ പോണു. കുറേ ആയിട്ട് വിചാരിച്ച് മുനീഫ്ഖാനോട് പറഞ്ഞൊരു കാര്യമായിരുന്നേ, ബാങ്കിൽ പോവുക എന്നുള്ളത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. ക്യാഷ് എടുക്കാനാണെങ്കിൽ ഇപ്പൊ എന്തായിരിക്കും ഇത്, എന്താ പറയാ, അത് ക്ലിയർ ചെയ്യാനല്ല, അതുകൊണ്ടാണ് അത്ര വലിയ ദൂരമില്ലാഞ്ഞത്. അതൊക്കെ കഴിഞ്ഞു, ക്ലിയർ ആയി. അപ്പൊ എന്താണ്, ഇപ്പം നമ്മുടെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം ലൈക്ക് അടിക്കാതെ ആരെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് അടിച്ചോളേ. പിന്നെ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമ്മൾ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.